എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ സേജ് ഓഫ് സിക്സ് പാത്തിനെ കണ്ട് അവർ ഷോക്കാവും. സേജ് ഓഫ് സിക്സ് പാത്ത് പറയും, സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും എന്റെ മക്കളുടെ മറുപിറവിയാണ്. സത്യത്തിൽ എന്റെ മക്കളുടെ ആദ്യത്തെ മറുപിറവി അത് ഹാസ്രാമ, നീയും മാതരയുമായിരുന്നു. നിങ്ങളിൽ ഇപ്പോഴും എന്റെ മക്കളുടെ പവർ അത് നിലനിൽക്കുന്നുണ്ട്. അത് അബ്സോർബ് ചെയ്യാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. അവൾക്ക് സഹായകമായി അവളുടെ മൂന്നാമത്തെ മകൻ ആ ബ്ലാക്ക് സെറ്റ്സു അവളുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പൊ എന്റെ മക്കളുടെ പവർ അത് സാസുകയിലും നറൂട്ടോയിലും ആണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അത് അബ്സോർബ് ചെയ്തെടുത്ത് അവളുടെ പഴയ അധികാരം അത് പുനഃസ്ഥാപിക്കാനാണ് അവളും ബ്ലാക്ക് സെറ്റ്സും ശ്രമിക്കുന്നത്. നറൂട്ടോയ്ക്കും സാസുവയ്ക്കും എന്റെ മക്കളുടെ പവർ അതെങ്ങനെ കിട്ടി എന്ന് പറയുന്നതിന് മുൻപായി ആ നിഞ്ചു അതെങ്ങനെ ക്രിയേറ്റ് ആയെന്ന് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും അവൻ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. സേജ് ഓഫ് സിക്സ് പാത്ത് പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞാനും എന്റെ അനുജനും ചേർന്നാണ് എന്റെ അമ്മയെ സീൽ ചെയ്തത്. അതിനുശേഷം എന്റെ അനുജൻ ഹാമുറ അവൻ എപ്പോഴും അമ്മയെ കാണണം, അമ്മയുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞ് അവൻ ഞങ്ങളുടെ അമ്മ കാഗുയയുടെ അടുത്തേക്ക് പോയി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹാഗുറ അവനിപ്പോ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോവാണ്. അവസാനമായിട്ട് ആ തവളയോട് അവൻ താങ്ക്സ് പറയും. താങ്ക് യു സോ മച്ച്. നീ കാരണമാണ് ഞങ്ങൾക്കിതെല്ലാം ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഇനി എനിക്ക് മറ്റൊരു വലിയ ലക്ഷ്യമുണ്ട്. ഈ 9 ടൈൽഡ് ബീസ്റ്റുകൾ അവറ്റകൾ 9 പേരെയും പരസ്പരം കണ്ടുമുട്ടാതെയും ഫൈറ്റ് ചെയ്യാതെയും എനിക്ക് 9 രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം. അതാണ് എൻ്റെ അടുത്ത ഏറ്റവും വലിയ ലക്ഷ്യം. മറ്റൊരു കാരണം, ഞാനും എൻ്റെ അമ്മയും തമ്മിൽ ഫൈറ്റ് ചെയ്ത് ഈ ഒരു സ്ഥലം അത് മുഴുവൻ തകർന്നിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ മുഴുവൻ റീസ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് എന്നവൻ പറയും. അതിനാ തവള പറയും, നീ പോകാൻ പോകുന്ന വഴികള് അത് ശരിക്കും നല്ല ഡേഞ്ചർ ആയിരിക്കും. സോ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മാത്രമല്ല, ഞാൻ ഇന്നലെ മറ്റൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തില് ഞാൻ കണ്ടത് മറ്റൊന്നുമല്ല, നീല കണ്ണുള്ള ഒരുത്തൻ അവൻ ഫ്യൂച്ചറിൽ ലോകത്തിലേക്ക് വരും. അവൻ 9 ടൈൽഡ് ബീസ്റ്റുകളെയും ഒന്നായിട്ട് കമ്പൈൻ ചെയ്ത് ഈ ലോകത്തില് സമാധാനം പുനഃസ്ഥാപിക്കും. അത് കേട്ട് ഹൊഗാറാമോ ആൾ ടെൻഷനായിട്ട് ചോദിക്കും, അപ്പൊ അതിനു മുൻപായി വീണ്ടും ഒരു യുദ്ധം നടക്കുമെന്നാണോ നീ പറയുന്നത്? അത് കേട്ട തവള അവൻ തല താഴ്ത്തും. അതിനുശേഷം എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് മറുപടി പറയും. നിന്റെ വിധിയും വരാനിരിക്കുന്ന കാര്യങ്ങളും അതൊരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. സോ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാനായിട്ട് പാടില്ല. മുൻപോട്ട് തന്നെ പോവുക, തിരിഞ്ഞു നോക്കാതെ മുൻപോട്ടേക്ക് തന്നെ പോവുക എന്ന് പറഞ്ഞ് ആ തവള അതിപ്പോ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അടുത്ത നിമിഷം ഹൊഗാറാമോ തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് നടന്നു നീങ്ങും. അങ്ങനെ ഒരു അല്പദൂരം മുൻപോട്ടേക്ക് നടക്കുമ്പോ വലിയൊരു നദി കാണും. അതിനു കുറുകെ ഒരു പാലം. ആ പാലമാണെങ്കിൽ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. സോ എന്റെ ഫസ്റ്റ് മിഷൻ ഈ പാലം റെഡിയാക്കുക എന്നതാണ്. ഹൊഗാറാമ പാലത്തിലേക്ക് വന്ന് അതിലുള്ള കല്ലും കമ്പും ഒക്കെ പുറത്തേക്ക് പെറുക്കി മാറ്റും. ഇത് കണ്ടൊരു പയ്യൻ അവൻ ഓടി വന്ന് ഇപ്പൊ ഹൊഗാറാമയോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യണേ? ഹൊഗാറാമോ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് ഈ പാലം അത് ആവശ്യമുണ്ട്. സോ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം. അയ്യോ വേണ്ട വേണ്ട, ഈ ബ്രിഡ്ജ് അത് ശരിയാക്കാൻ പാടില്ല. ആക്ച്വലി എൻ്റെ ഉപജീവന മാർഗമാണ് നിങ്ങൾ തടയാൻ ശ്രമിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഞാനാണ് എൻ്റെ തോണിയിൽ അക്കരെ കടത്താറ്. ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഞാനാണ് അക്കരെ കൊണ്ടുപോയി വിടാറുള്ളത്. സോ ഈ പാലം റെഡിയായി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഉപജീവന മാർഗം ഉണ്ടാവില്ല. ആതിര് ഹൊഗാറാമോ ആള് ദേഷ്യപ്പെട്ട് പറയും, ഇതിലും ഭേദം നീ കക്കാൻ പോകുന്നതാണ്. നിനക്കൊരു പക്ഷേ ഇതിലൂടെ ബെനിഫിറ്റ് ഉണ്ടാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ആ ചെക്കനാണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പിൽ ഹൊഗാറാമയെ കയറി പിടിക്കും. അതിനുശേഷം ഹൊഗാറാമയെ ഇടിക്കാൻ നോക്കുമ്പോഴായിരിക്കും അവന്റെ റെനീങ്ങ കണ്ണ് അതിപ്പോ ആ പയ്യൻ കണ്ട് ഷോക്കാവുക. ഹൊഗാറാമ പറയും, ഞാൻ ചെയ്ത തെറ്റുകള് അതിനുള്ള പരിഹാരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു കാരണവശാലും എന്നെ തടയാൻ ശ്രമിക്കരുത്. അങ്ങനെ ഒരു കാര്യമായിട്ട് 1-ന് 50 പറഞ്ഞ് 100 പറഞ്ഞ് തർക്കിക്കുമ്പോഴായിരിക്കും ഏതോ ഒരുവൻ ആ ബ്രിഡ്ജ് കടക്കാൻ കഴിയാതെ അങ്ങനെ പകച്ചു നിൽക്കുക. ഉടനെ ആ പയ്യൻ അവൻ ഓടി വന്നു പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് കണ്ട് ഹൊഗാറാമോ ആള് നിലവിളിച്ചു പറയും, നോ, ഒരു കാരണവശാലും അവനെ വിശ്വസിക്കരുത്, അവൻ കള്ളനാണ്. അത് കേട്ട പാസഞ്ചർ ആൾ ടെൻഷനായി അവിടുന്ന് ഓടി രക്ഷപ്പെടും. ചിന്നപ്പയ്യൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ എന്റെ
ബിസിനസ് കളഞ്ഞു. ഒരു കാരണവശാലും ഈ ബ്രിഡ്ജ് അത് പഴയതുപോലെ റെഡിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബ്രിഡ്ജിന്റെ മുൻപിൽ കുത്തിയിരിക്കും. പക്ഷെ ഹൊഗാറോമയാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. ആൾ ഒറ്റ അടിക്ക് വലിയ മരങ്ങളൊക്കെ പൊട്ടിച്ച് അത് ഷേപ്പ് ചെയ്തെടുത്ത് അങ്ങനെ കൊണ്ടുവരും. കട്ടകള്, മരങ്ങള്, മണ്ണ് എന്നിങ്ങനെ ആവശ്യമായ എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യാണ്. കൊടും വെയിലിലും മഴയത്തും ഒരു കൂസലുമില്ലാതെ ഹൊഗാറാമോ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാന ഹൊഗാറാമോ ആളെ കൊണ്ട് ഒട്ടും വയ്യാതെ അങ്ങനെ താഴേക്ക് വീഴും. അത് കണ്ട് ആ ചിന്നപ്പയ്യൻ അവൻ ഓടി വന്ന് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവനും ഇപ്പൊ കട്ടയൊക്കെ എടുത്ത് ഹൊഗാറാമോയെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. ഹൊഗാറാമയ്ക്കാണെങ്കിൽ അവന്റെ ചേഞ്ച് കണ്ട് അത്ഭുതമാവും. ഉടനെ അവർ രണ്ടുപേരും ചേർന്ന് ബ്രിഡ്ജ് അത് റെഡിയാക്കും. അപ്പൊ മറ്റൊരു പയ്യൻ അവൻ ഓടി വന്ന് നമ്മുടെ ഈ ഒരു പയ്യന്റെ തലയ്ക്ക് ഒരു കല്ല് വെച്ച് ആഞ്ഞെറിയും. ഹൊഗാറാമോ വണ്ടടിച്ച് ഇപ്പൊ അവനോട് ചോദിക്കും, നീ നല്ല കാര്യല്ലേ ഇപ്പൊ ചെയ്യുന്നേ, പിന്നെന്തിനാ ആ ചിന്ന പയ്യൻ നിന്റെ തലയിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ്? അതിനവൻ പറയും, ഞാൻ ഒരിക്കലും നല്ല കാര്യമൊന്നും ചെയ്യില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ബ്രിഡ്ജ് അത് പഴയതുപോലെ റീസ്റ്റോർ ചെയ്ത് നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതിനുശേഷം ഞാൻ ഈ ബ്രിഡ്ജ് വീണ്ടും തല്ലിപ്പൊട്ടിക്കും. എന്നിട്ട് എന്റെ പഴയ ബിസിനസ് അത് റീസ്റ്റാർട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ജീവിക്കും. ഹാഗുറാമയാണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെ അവർ ദിവസങ്ങൾ കഴിയുന്തോറും ആ ബ്രിഡ്ജ് അത് വളരെ സ്ട്രോങ് ആയിട്ട് കെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട് ഒരുപാട് ജനങ്ങളും അവരെ സഹായിക്കാൻ അവിടേക്ക് വരും. പിന്നീട് എല്ലാവരും ചേർന്ന് പാലത്തിന്റെ പണി വളരെ വേഗത്തിൽ മുൻപോട്ട് കൊണ്ടുപോയി ആ ഒരു പാലം അത് മുഴുവനായിട്ടും ഇപ്പൊ പണിത് തീർക്കും. കല്ലെടുത്തെറിഞ്ഞ ആ ചെറിയ പയ്യൻ അവനാണെങ്കിൽ പാലത്തിന്റെ മുകളിൽ കയറി തുള്ളിച്ചാടും. ഹൊഗാറോമയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷാവും. ആളിപ്പോ ബ്രിഡ്ജിന്റെ പണിയൊക്കെ തീർത്ത് അങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോവാണ്. അത് കണ്ട ഒട്ടാഗോ ചിന്നപ്പയ്യൻ അവൻ ഓടി വന്ന് ഹൊഗാറാമോട് ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ. ഈ ഒരു ബ്രിഡ്ജ് അത് എന്റെയും എല്ലാവരുടെയും ഒക്കെ കഷ്ടപ്പാടാണ്, ഇത് തകർക്കാൻ എന്നെ കൊണ്ടാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ രണ്ടുപേരും കാട്ടിലൂടെ അങ്ങനെ നടക്കും. അതിനുശേഷം ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ ചിന്നപ്പയ്യൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി എടുത്ത് ജീവിച്ചൂടെ? അതിന് ഹൊഗാറാമോ പറയും, വർഷങ്ങൾക്ക് മുൻപ് ഈ സിറ്റിയിൽ നടന്ന വലിയൊരു ആക്രമണം അല്ലെങ്കിൽ വലിയൊരു യുദ്ധം അത് നടത്തിയത് ഞാൻ കൂടെ ചേർന്നാണ്. സോ ഞാൻ ചെയ്ത തെറ്റുകൾ അതെനിക്ക് തിരുത്തണം, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിങ്ങനെ അലഞ്ഞു നടക്കുന്നതെന്ന് പറഞ്ഞ് ഹൊഗാറാമോ അവനിപ്പോ ആ ചിന്നപ്പയ്യന്റെ കയ്യിൽ പിടിക്കും. അതിനുശേഷം അവന്റെ ഒരു അല്പം ചക്ര പവർ ഇപ്പൊ ആ ചിന്നപ്പയ്യന് അങ്ങനെ പാസ് ചെയ്യും. ഉടനെ ആ ചിന്നപ്പയ്യന് അവന്റെ ബോഡിയിൽ എന്തൊക്കെയോ ചേഞ്ചസ് അനുഭവപ്പെടും. അതിന് ഹൊഗാറാമോ പറയും, എന്റെ ചക്ര പവറിന്റെ ഒരംശം ഞാനിപ്പോ നിനക്കും തന്നിരിക്കുകയാണ്. എന്റെ ഉള്ളില് ഒരു നല്ല മനസ്സുണ്ട്. സോ ഈ ഒരു ചക്ര പവർ അത് നല്ലതിനു വേണ്ടി മാത്രം നീ യൂസ് ചെയ്യുക എന്ന് ഹൊഗാറാമോ പറയും. അത് കേട്ട് ആ ചിന്നപ്പയ്യൻ അവൻ അങ്ങനെ മുട്ടുകുത്തും. എന്നിട്ട് കൈകൂപ്പി ഹൊഗാറാമയോട് പറയും, ആരും ഇതുവരെ എന്നോട് ഇത്രയും സ്നേഹവും കരുതലും ഒന്നും കാണിച്ചിട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അങ്ങയുടെ ഒരു അസിസ്റ്റന്റായി ഞാൻ കാലം മുഴുവൻ ജീവിച്ചോട്ടെ എന്നവൻ ഇപ്പൊ ഹൊഗാറാമയോട് ചോദിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവർ രണ്ടുപേരും ഇപ്പൊ ഒരു ടീമായി അവരുടെ യാത്ര ആരംഭിക്കും. യാത്രക്കിടയിലായിരിക്കും അവർ തകർന്നു കിടക്കുന്ന മറ്റൊരു ബ്രിഡ്ജ് കാണുക. ചിന്നപ്പയ്യനെ പോലെ തന്നെ വേറൊരുത്തൻ അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് ചോദിക്കും, ബ്രിഡ്ജ് തകർന്നു കിടക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, അക്കരെ എത്തിക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഹൊഗാറാമയാണെങ്കിൽ അത് കണ്ട് ചിരിക്കും. ഉടനെ ചിന്നപ്പയ്യൻ അവനോടിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞങ്ങൾ ഈ ബ്രിഡ്ജ് അത് പഴയതുപോലെ പണിത് പൂർത്തിയാക്കാൻ പോവാണ്, ഒരു കാരണവശാലും നീ ഇനി ജനങ്ങളെ ചീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ആ ബ്രിഡ്ജ് ഇതിന്റെ വർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും അവർ ഓരോരുത്തരായിട്ട് കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു. കണ്ടുമുട്ടുന്നവർക്കെല്ലാം അവർ ചക്ര പവർ പാസ് ചെയ്ത് പിന്നീട് 9 പേരുള്ള ഒരു ടീമായി ചേർന്ന് അവർ നിഞ്ചു അതാദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തു. കാലങ്ങൾ കഴിയുന്തോറും ഞങ്ങൾ ഒരുപാട് പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടാക്കി. പ്രദേശങ്ങൾ മുഴുവനായിട്ടും ഞങ്ങൾ റീസ്റ്റോർ ചെയ്തു. അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിലും വളരെ സെലക്റ്റഡായി ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ടെയിൽഡ് ബീസ്റ്റുകളെ ഓരോ പ്രദേശങ്ങളിലായി അങ്ങനെ അയക്കുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ മരണത്തോട് മല്ലടിക്കുമ്പോഴാണ് അവസാനമായി ആ 9 ടെയിൽഡ് ബീസ്റ്റുകളെയും തിരികെ വിളിച്ച് അവരെ വീണ്ടും ഞങ്ങൾ എല്ലാവരും ചേർന്ന് റീസ്റ്റോർ ചെയ്ത
ഓരോ പ്രദേശങ്ങളിലേക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒഗാറാമയുടെ വേർപാട് അതാ ബീസ്റ്റുകൾക്കൊന്നും സഹിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഒഗാറാമ പറയും, ഞാൻ ആ ബീസ്റ്റുകളെ എല്ലാം തന്നെ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ റിലീസ് ചെയ്തത്. പക്ഷേ അതെല്ലാം തന്നെ ഈ ലോകത്തിന് പ്രതികൂലമായി മാറി. ഞാൻ ഓൾറെഡി എന്റെ നല്ല പ്രായത്തിൽ തന്നെ എന്റെ ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയിരുന്നു. അവിടെ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഇന്ദ്ര, ആസ്ര എന്ന് പേരുള്ള 2 കുട്ടികൾക്ക് ജന്മം നൽകി. എന്റെ മക്കൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ടാണ് വളർന്നു വന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അവരെ തേടി ഒരു അപകടം എത്തിയത് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.